ഒരു ജനവിധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളാണ് ഏറ്റവും ആശങ്കാജനകമായ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഗീയതയും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട് ഇടതുപക്ഷ വിരുദ്ധമായി പ്രവർത്തിച്ചു. അതോടൊപ്പം വിവിധങ്ങളായ സ്ഥാപിത താല്പര്യങ്ങളും ഇടതുപക്ഷ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സ്ഥാപിത താല്പര്യങ്ങളുടെയും തീവ്ര വർഗീയ അജണ്ടയുടെയും ആഴം വേണ്ടത്ര ഉൾക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ജനവിധി വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മ പരിശോധനകൾ നമ്മൾ നടത്തേണ്ടത്. വർഗീയ ചിന്തകൾക്ക് ശക്തി വർദ്ധിച്ചു എന്നാണല്ലോ വിജയൻ പറഞ്ഞത്. അത് ധർമ്മടത്തും അതുപോലെ തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരൊക്കെ പ്രതിഫലിച്ചോ? അതായത് പാർട്ടി കോട്ടകളിൽ പ്രതിഫലിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എൻ്റെ ഉത്തരം പൂർണ്ണമാക്കുന്നതിന് മുന്നേ ചോദ്യം വന്നിട്ടുണ്ട്. ഞാനതൊന്നും മുഴുവനാക്കിയിട്ടില്ല. ഞാനെന്താ പറഞ്ഞത്, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഉള്ളടക്കം ഞാൻ പറഞ്ഞത്. അതിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ വിട്ടില്ല. ഞങ്ങളത് പരിശോധിക്കുമ്പോൾ, പാർട്ടി പരിശോധിക്കുമ്പോൾ എല്ലാ ഭാഗവും പരിശോധിക്കുമല്ലോ. പാർട്ടി പരിശോധിക്കുമ്പോൾ പിന്നെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെക്കുറിച്ച് പരിശോധിക്കും, അതിൻ്റെ സാമൂഹ്യ പ്രതിഫലനത്തെക്കുറിച്ച് പരിശോധിക്കും, അതിൻ്റെ സംഘടനാപരമായ ഭാഗത്തെക്കുറിച്ചും പരിശോധിക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ പരാജയങ്ങൾ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഉദ്ധരിച്ചതുപോലെയുള്ള ഒന്നോ രണ്ടോ നിയോജക മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് സാഹചര്യം. അത് നമ്മളിപ്പോൾ അതാണ് പൊതുചിത്രമെന്ന് കാണേണ്ടതില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വലതുപക്ഷ ശക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരം ചില ആളുകൾ പുറത്തു പോവാം, എന്നിട്ട് അവർ മത്സരിക്കും, അവർക്ക് UDF പിന്തുണ നൽകും, ചിലപ്പോൾ അവർ ജയിച്ചെന്നിരിക്കും. അങ്ങനെ വന്നാൽ അതാണ് ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് എന്നൊന്നും കരുതേണ്ടതില്ല. അതൊരു വസ്തുതയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്തായാലും പരിശോധിക്കണം. പാർട്ടിയുടെ കോട്ടകളാണ്, പാർട്ടി വിശ്വാസത്തിൽ പോലും പാർട്ടി കൊണ്ടുനടക്കുന്ന മേഖലയാണ്. സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ വോട്ട് കിട്ടാതെ TK മോഹനൻ അല്ലെങ്കിൽ കുഞ്ഞേഷ്ണൊന്നും ജയിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ വോട്ടിൻ്റെ ചോർച്ച പരിശോധിക്കുമോ? അല്ല, നമ്മളവിടെ എന്താണ് നടന്നിരിക്കുന്നതെന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമല്ലോ. ഇതിപ്പോൾ പിന്നെ ഓരോ നിയോജകമണ്ഡലത്തിലും, പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂർ പോലൊരു ജില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു ജില്ലയിൽ പിന്നെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ സ്വഭാവം എന്താണ്, അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടിട്ടുണ്ടാവും. അത് പരിശോധിക്കുന്നേ ചെയ്യുമല്ലോ. അതിന് ഞാൻ പറഞ്ഞത് സംഘടനാപരമായ കാര്യങ്ങളാണത്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ. CPM പോലൊരു പാർട്ടിയിൽ നിന്ന് ആളുകൾ പുറത്തുപോയി പിന്നെ UDFനോട് കൈകോർത്ത് മത്സരിക്കുന്നു, ചിലർ ജയിക്കുന്നു. ഇപ്പം എല്ലാവരും ജയിച്ചിട്ടില്ല. മറ്റേ നമ്മളെ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി നല്ല ദയനീയമായി തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ജയിച്ചവും തോറ്റവും ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കും ഓരോന്നിനെ കേട്ടത്. അതിനകത്ത് കേരളത്തെ നയിച്ച 10 വർഷം നയിച്ച കേരളത്തിലെ ഒരു രക്ഷകനായി കണ്ട പിണറായി വിജയന്റെ മണ്ഡലത്തിൽ 6 പിന്നെ റൗണ്ട് ഇത്രയും പുറകിൽ പോകണമെങ്കിൽ അവിടുത്തെ ജനത്തിനും സ്വന്തം മണ്ഡലത്തിലുള്ള MLAയെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അല്ല, പിന്നെ വോട്ടെണ്ണുമ്പോഴേ റൗണ്ട് നോക്കിയിട്ടൊന്നും അതിൻ്റെ ജനവിധിയെ എടുക്കാൻ പറ്റും. 1ാം റൗണ്ടിൽ ജയിച്ചു, 2ാം റൗണ്ട് അവസാനം ജയിച്ചതാണ്. അവസാനം ജയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. നമ്മളെല്ലാം 1ാം റൗണ്ടിൽ ജയിച്ചു പറഞ്ഞുകൊണ്ട് അസംബ്ലിയിലെത്തുമോ? ഇല്ല. അത് നമ്മൾ അവസാന റൗണ്ട് എണ്ണി കഴിയുമ്പോൾ ഒരു വോട്ടിന് ജയിച്ചാലും അതാണ് ആത്യന്തിക വിജയം. അപ്പോൾ അതുകൊണ്ട് ഈ റൗണ്ടുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പരിശോധിച്ചിട്ടും ഒരു വിധിയെഴുത്തിലെത്തുന്നത് അല്ല. നമുക്ക് മുഖ്യമന്ത്രിയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ട് ആ കാര്യത്തിൽ സംശയമില്ല. ആ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഒരു 14-17 റൗണ്ടുകളിൽ 6 റൗണ്ടിൽ പുറകിൽ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ജനത്തിനെതിരല്ല, അത് പരിഗണിക്കേണ്ട കാര്യമില്ല, അത്ര നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ മറുപടി അതെ ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മൾ ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നമ്മൾ എന്താ നോക്കേണ്ടത്? ഇപ്പോൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ ധർമ്മടത്തിൽ നിന്ന് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലാണ് ജയിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചുരുക്കി കാണണ്ട. എന്നാലും കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച അതേ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നില്ല. അതിപ്പോൾ ഒരു വസ്തുതയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ വ്യത്യാസമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷമുള്ള ഈ തെരഞ്ഞെടുപ്പ്, ഞാനത് ആദ്യം തന്നെ പറഞ്ഞുള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് രൂപപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ജനവിധി രൂപം കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ ഡിക്റ്റോ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ കഴിയില്ല, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം വെച്ച് നോക്കിയാൽ പിണറായി കംഫർട്ടബിളായ മെജോറിറ്റി തന്നെ അല്പസമയം മുമ്പ് പറഞ്ഞതേ CPIM വെള്ളിത്തലയിൽ വെച്ച് BJPക്ക് 3 സീറ്റ് കൊടുത്തു. CPM ബലത്തിന് പിന്നാലെ വലിയ വിവാദം ഉയർത്തിയിരുന്നത് ലീഡുണ്ടായിരുന്നു ഈ 3 മണ്ഡലങ്ങളിലും എന്നാണ് പറയുന്നത്. എത്രയോ മണ്ഡലങ്ങളിൽ
പി വോട്ട് UDF പോയതായിട്ട് കാണുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഞാൻ നോക്കി, ഇരിങ്ങാലക്കുടയിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തും CPIM 3-ാം സ്ഥാനത്തുമായിരുന്നു. CPI സ്ഥാനാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പാർലമെൻറ്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പായിട്ട് ആപേക്ഷികമായ ഒരു പരിശോധനയിൽ BJPയുടെ വോട്ടിൽ ഒരു 7000 വോട്ടിൻ്റെ കുറവാണ് കാണുന്നത് ഈ മണ്ഡലത്തിൽ. ആ 7000 വോട്ട് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ കാണാനുണ്ട്. കൃത്യമായിട്ട് ആ വോട്ടിൻ്റെ ഒരു നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടേതായ ഒരു രീതിശാസ്ത്രത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് BJP വോട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത് UDFനാണ്. അത് സതീശൻ കാണില്ല, സതീശന് ഇതൊന്നും കാണില്ല. ജയിച്ച് നിൽക്കുന്ന സതീശന് എന്തും പറയാം, അതൊന്നും അതിലെ മൂല്യമുള്ള കാര്യത്തിന് ഉത്തരം പറയാണ്. ഈ മുഖ്യമന്ത്രിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തിരിച്ചടി സംഭവിച്ചു. അല്ല, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തൂല, സ്വാഭാവികമല്ലേ. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമ്പോൾ പിന്നെ BJP എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക? ഔർ ഏക് ബാർ മോദി എന്നല്ലേ? അത് നാട്ടിൽ ഈ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്നത്, മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ രാഷ്ട്രീയത്തെയാണ്. ഞങ്ങളുടെ പിണറായി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന് ചുറ്റുമുള്ള ഇത് നടക്കുന്നത്. പിണറായി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് അതിൻ്റെ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി. അതായത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദൃഷ്ടിദോഷം അങ്ങനെ അതിനെ വിലയിരുത്താം. അത് വിലയിരുത്തുന്ന ഒരു ശൈലിക്കാരുണ്ടാവും, അതിനെ അംഗീകരിക്കുന്നവരുണ്ടാവും. അതൊരു മാർക്സിസ്റ്റുകാരൻ അംഗീകരിക്കാൻ പറ്റില്ല. മാർക്സിസ്റ്റുകാരൻ അത് പരിശോധിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടിനെയാണ് മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്നത്. ആ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് എത്രത്തോളം ജനങ്ങളിൽ എത്തിക്കാനായി, അതാണ് ഞങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചോ പിന്നെ മുഖ്യമന്ത്രി ഇവിടെ CPMൻ്റെ നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ എത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായത്തില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു രീതി ഉണ്ടായിരിക്കും. ആ രീതിക്കാണ് ആ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഈ ജനവിധിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതല്ല. ഒരു വ്യക്തിക്ക് സംഭവിച്ച ഗുണദോഷങ്ങൾക്ക് ചുറ്റുമല്ല ഒരു തെരഞ്ഞെടുപ്പ് വിധി നിൽക്കുക. സോ അത് ഒരു രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളെ ദുർബലപ്പെടുത്താൻ എന്ന് വെച്ചാൽ ഒരു ദശാബ്ദമായി കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ആ ഗവൺമെൻറ്റിനെതിരാണ്, ഒരു സംശയമില്ല. ഇപ്പോൾ ഇതിൽ ഈ ഗവൺമെൻറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഘടകങ്ങൾ ഏതാണ്? വർഗീയതയ്ക്ക് അപ്പുറത്തുള്ള സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് വലിയ തോതിലുള്ള ധനശേഷി ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിനിയോഗിച്ചിട്ടുണ്ട്, BJP വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ചില ആളുകളെ കാണാൻ പോയ വളരെ ദുരൂഹമായ വാർത്തകൾ ഇവിടെ വരികയുണ്ടായി. അത് വെറുതെ പോയി കണ്ടതാവില്ലോ, കല്യാണം ക്ഷണിക്കാൻ പോയതാവില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. നന്ദി പ്രകടിപ്പിക്കാൻ പോയതായിരിക്കും. ആ സ്രോതസ് എന്താണെന്നൊക്കെ കാലം തെളിയിക്കപ്പെടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണ്ട. നമുക്കിപ്പോൾ രൂപപ്പെട്ടു വന്ന ഒരു സാഹചര്യത്തോട് CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി അതെങ്ങനെയാണ് അതിനോട് സമീപിക്കുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി വന്ന മാറ്റങ്ങളുടെ എല്ലാ സൂക്ഷ്മാംശങ്ങളെയും പരിശോധിക്കും. അതിലെ രാഷ്ട്രീയമായ ഭാഗത്തെ പരിശോധിക്കും. ആ രാഷ്ട്രീയ ഭാഗങ്ങളിൽ തന്നെ വർഗീയ ധ്രുവീകരണങ്ങൾ, അതിൻ്റെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളത് അത് പരിശോധിക്കും. കേരളത്തിൽ എല്ലാ കാലത്തും തീവ്ര ഹിന്ദുത്വത്തെ BJPയുമായി സഹകരിച്ചും നല്ല നിലയിൽ അതിനോട് സംയോജിപ്പിച്ചും പ്രവർത്തിച്ചു പോകുന്ന ശൈലിയുള്ളവരാണ് കോൺഗ്രസ്സുകാർ. അവരെല്ലാ വർഗീയതയോടും സന്ധി ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ മുഖ്യമന്ത്രി ആവുന്ന ഒരു വിജയം പിന്നെ നമ്മുടെ VD സതീശൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വിജയത്തെ രാഗി മിനിക്കിയിരിക്കുന്നത് എല്ലാ വർഗീയതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അല്ലാതെ പിന്നെ സ്വന്തം നയങ്ങളുടെ വിജയമായിട്ടൊന്നും എടുക്കണ്ട. എല്ലാ വർഗീയതയും സംയോജിപ്പിച്ചെടുത്ത്, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, എല്ലാ വർഗീയതയ്ക്കും വളർച്ച ഉണ്ടാക്കുന്നതാണ് ഈ വിധിയെഴുത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ. അതുകൊണ്ട് ഇപ്പോൾ സതീശൻ പറഞ്ഞ് ജയിച്ചു നിൽക്കുമ്പോൾ എന്തും പറയാം എന്നതുകൊണ്ട് പറഞ്ഞതായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. അതൊക്കെ പരിശോധനയിലൂടെ തെളിയേണ്ട കാര്യങ്ങളാണ്. സൂക്ഷ്മ പരിശോധനയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെയാണ് ചർച്ച ചെയ്യുക. രാഷ്ട്രീയം, സംഘടനാപരമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ പരിമിതികൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇതിനേക്കാൾ ജയിക്കണ്ടേ. അപ്പോൾ ആ ജയിക്കാൻ കഴിയാത്ത പരിമിതി എന്താണ്? അതിൻ്റെ സംഘടനാപരമായ പരിമിതികളുണ്ട്. അതൊക്കെ പരിശോധിക്കുന്നത്. എല്ലാ പരിശോധനകളും നടത്തും. ഇപ്പോൾ സംഘടനാപരമായിട്ട്, രാഷ്ട്രീയമായിട്ട്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പെരുമാറ്റത്തിൽ അതും പോലും പരിശോധിക്കാം. വ്യക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഒരു വ്യക്തിയല്ല, ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്, താഴെ തട്ടിൽ വരെയുള്ള പാർട്ടിയുടെ സംഘടനാ രൂപങ്ങളുണ്ട്. അതൊക്കെ തന്നെ എത്രത്തോളം നമുക്ക് ജനസ്വീകാര്യതയിലേക്ക് പോകാൻ കഴിഞ്ഞു, എന്ത് കുറവാണ് അതിൽ സംഭവിച്ചത്, എല്ലാ സൂക്ഷ്മാംശങ്ങളുമാണ് CPIM പരിശോധിക്കുക. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ CPIM കരുത്തോടുകൂടി
നിലനിൽക്കുക എന്നത്, ഇടതുപക്ഷം അതിൻ്റെ കരുത്തോടുകൂടി നിലനിൽക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരെ ഏറ്റവും ശരിയായ രാഷ്ട്രീയ ദിശാബോധത്തിലേക്ക് നയിക്കുക എന്നതും ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷം എന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ തീവ്രമായ സമരത്തിലൂടെ രൂപപ്പെടുത്തി വന്ന ഒന്നാണ്. അത് കേരളീയ സമൂഹത്തിലെ എല്ലാ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സഹായിച്ച ഒന്നാണ്. ആ പ്രവർത്തന പ്രക്രിയയിൽ ഒരു ദശാബ്ദത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും ചരിത്രത്തിൽ മികച്ച സ്ഥാനം തന്നെയാണ് വഹിക്കുക. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ തോൽക്കാം. അപ്പോൾ അതും വെച്ച് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ എന്നത് അതിപ്രധാനമാണ്. അതിൽ സംഘടനാപരമായ തിരുത്തലുകളും അതിപ്രധാനം. നെതിരായിട്ടുള്ള ന്യൂനപക്ഷ ഏകീകരണം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്താണ് ആ കാര്യത്തിൽ? അല്ല, തിരിച്ചറിഞ്ഞാൽ ഇല്ലാതാവുന്നതല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളു. ഈ ഏകീകരിക്കാൻ പറ്റുന്നവർക്ക് നിക്ഷിപ്ത താല്പര്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ തരുമോ, ഒരു വർഗീയതയുടെയും നിക്ഷിപ്ത താല്പര്യത്തിന് കഴിഞ്ഞൊരു ദശാബ്ദം ഈ ഇടതുപക്ഷ ഭരണം വിധേയമായിട്ടില്ല. അവർക്കെല്ലാം നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് മുകളിൽ ജനകീയ താല്പര്യങ്ങൾ നിലനിന്നതാണ് ഒരു ദശാബ്ദം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. കേരളത്തിൽ എപ്പോഴും നിക്ഷിപ്ത താല്പര്യത്തിന് ഒരു മേൽക്കയ്യനുണ്ട്. അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇടതുപക്ഷം പലപ്പോഴും ജയിച്ച് കയറി പോരാറുള്ളത്. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ നിക്ഷിപ്ത താല്പര്യങ്ങളും ഒരുമിച്ച് നിന്നു, എല്ലാ വർഗീയ താല്പര്യങ്ങളും ഒരുമിച്ച് നിന്നു. എന്നിട്ട് അവരുടെ പ്രധാന പ്രക്രിയകൾ നടത്തി. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് ഒറ്റയ്ക്ക് ഇതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതിന്റെ പരിമിതികളുണ്ട്. അതൊക്കെ കൂടി സംഭവിച്ചാൽ ഞങ്ങൾ അത് പരിശോധിച്ചിട്ട് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ ഇതിൽ പങ്കുവഹിക്കേണ്ടത് ആരാ? ഇത് രാഷ്ട്രീയ ഘടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു പോകുന്നൊരു മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടു അടക്കമുള്ള നിരവധി പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വിമർശന വിധേയമായിട്ടുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെടുത്തിട്ട് പിന്നെ വേറെ റൂട്ടിലേക്ക് ഇതേ തിരിക്കണ്ട. വെറുതെ എന്തിനാ നേരെ പോയാൽ പോരെ? വളഞ്ഞ വഴി കൂടി തന്നെ സഞ്ചരിക്കുന്നത് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? 25 സീറ്റ് അതൊരു കുറഞ്ഞ സീറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഏതെങ്കിലും സഭയ്ക്കകത്തെ സമരങ്ങളെ പോരാട്ടങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തുമോ? അല്ല, ഇതിനേക്കാൾ കുറഞ്ഞ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട് 1977 ഈ കേരള അസംബ്ലിയിൽ. കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നമ്മുടെ MLA-മാർ നിർവഹിച്ചത് 1977 ഏറ്റവും വലിയ ഭൂരിപക്ഷം അന്നും UDF-ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് 20 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗവൺമെൻറ് പോയതാണ് അനുഭവം. ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് പഴയതുപോലെ അതിലേക്ക് പോയിട്ട് 20 മാസം കഴിഞ്ഞാൽ ഇവർ പോകുമെന്ന് പറയുന്നത് ഇപ്പോൾ എത്ര മോശമായിരിക്കും. അവിടെ അങ്ങനത്തെ ചോദ്യം ചോദിക്കാതിരിക്കില്ലേ നല്ലത്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ സൗകര്യത്തിന് ന്യായം പറയാൻ അടർത്തിയെടുക്കുക എന്നുള്ളത്, പിന്നെ ഉത്തരത്തിനൊരു തർക്കുത്തരം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് നല്ലതല്ല. അതായത് കണ്ണൂർ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ് CPM-നെ സംബന്ധിച്ച്. അവിടുത്തെ അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ ചെറിയൊരു ചലനം, ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് പ്രത്യക്ഷത്തിൽ പ്രകടമാണ്. പാർട്ടി എങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്? പാർട്ടി 2 സീറ്റിന് തോറ്റു പറഞ്ഞാൽ കണ്ണൂരിലെ പാർട്ടിയൊക്കെ മോശമായി എന്ന് വിലയിരുത്താൻ പറ്റും? അതില്ല. അവര് അണികളെ CPM നേതൃത്വം പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിലപാട് അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ പരാജയവും ധർമ്മടത്ത് കാര്യമായ വിജയവും ഇല്ലാതിരുന്നത്. ഇതിപ്പോൾ കേരളത്തിലാകെ പരാജയപ്പെട്ടിരിക്കില്ലേ? കേരളത്തിലാകെ നമ്മൾ ഉദ്ദേശിച്ച അളവിൽ ജയിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഇതിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നുള്ള സൂക്ഷ്മ പരിശോധന ഇപ്പം നടത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അല്ല, ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. അപ്പോൾ അത് നേതൃത്വം അണികളെ കേൾക്കുകയും അണികൾ നേതൃത്വത്തോട് നല്ല എന്താ പറയുക കൃത്യമായ വിധേയത്വം പുലർത്തിയാണ് പാർട്ടി പ്രവർത്തിക്കുക. അത് കീഴോട്ടും താഴോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമാണ്. നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയും ഉയർന്ന കമ്മിറ്റികളുമാണ്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന വേളയിൽ അത് പ്രായോഗികമായി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വിഷയത്തെ സംബന്ധിച്ചും താഴെത്തട്ടിലുള്ള ചർച്ചകളുടെ എല്ലാവരും കൂടിയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒറ്റപ്പെട്ട വ്യക്തികളല്ല, പാർട്ടിയുടെ ഘടകങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചും നിയന്ത്രിച്ചും മുന്നോട്ട് പോകുന്നത്. ആ ഘടകങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള നിയതമായ രൂപരേഖയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതിൽ ചില സമയങ്ങളിൽ പിന്നെ പരിമിതികൾ സംഭവിക്കുമ്പോൾ അത് പരിശോധിക്കും. കൂടുതൽ കേന്ദ്രീകരണം വന്നാൽ അത് ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. നേരെ തട്ടിൽ അരാജകമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതും പരിശോധിക്കാറുണ്ട്. അത് പാർട്ടി രീതിയിലാണ്. വ്യത്യസ്തമായി CPM-ന്റെ ഈ പറയുന്ന പോലെ ആശയങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏക വ്യക്തി കേന്ദ്രീകൃതമായി പോയതുകൊണ്ടാണ് ഇത്രയും കനത്ത പരാജയം ഉണ്ടായത് എന്ന് വിലയിരുത്താൻ കഴിയും. അത് ഞങ്ങളോടുള്ള വിരോധം കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പാർട്ടിയിൽ ഒരു തീരുമാനം, എത്ര വലിയ വ്യക്തിയായാലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പാർട്ടിയിൽ തീരുമാനങ്ങളെടുത്ത് അതോടെ നടപ്പിലാക്കാൻ പറ്റില്ല. സ്വാഭാവികമാണ് വ്യക്തികൾ അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ രാഷ്ട്രീയമായ ഉൾക്കരുത്ത്, അതൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാവും എന്നല്ലാതെ ഒരു വ്യക്തി ഒറ്റയ്ക്കിരുന്ന് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ
തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തുന്ന പ്രവർത്തന രീതിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അത് കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുക. ആ പ്രവർത്തന പരിമിതികളിൽ ഞങ്ങൾ പരിശോധിക്കും. അതിൽ ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെയും പരിശോധിക്കും. ഈ കൗണ്ടിങ്ങിൽ പകുതിയിലേറെ റൗണ്ടുകളിൽ CM പുറകിൽ അസാധാരണമായ സാഹചര്യമാണ് ധർമ്മടം പോലെ ഒരു മണ്ഡലം. അത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ നേരെ വയ്യൊന്നുമില്ല. നിങ്ങൾ അതുകൊണ്ടാ സംഭവം. ഞാനതിൻ്റെ മറുപടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്താകൃതിയിൽ സഞ്ചരിക്കേണ്ട, നേർരേഖ്യത്തിൽ സഞ്ചരിച്ചിട്ട് അവസാനം ഇവിടെ എത്തുന്നതാണ് അതിൻ്റെ ശരിയാക്കും. ഓക്കെ, താങ്ക് യു.